ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 7th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ കന്യാകുമാരി, മിനിയാന്ന് ഞങ്ങൾ കന്യാകുമാരി, ഇന്നലെ കോവളം ഒക്കെ പോയി. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. സൺറൈസ് അവിടുത്തെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്ക് പോയി. വിവേകാനന്ദ പാറ കണ്ടു. വൈകുന്നേരം സുചീന്ദ്രം ടെമ്പിളിൽ പോയി. സൂപ്പർ ടെമ്പിളാണ് കേട്ടോ, കാണേണ്ട ടെമ്പിളാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കോവളം. പോണ വഴിക്ക് നാഗർകോവിലിൽ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടുന്ന് മട്ടൻ ബിരിയാണിയും ഞാനൊരു റോസ്റ്റും കഴിച്ചു. സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ബിരിയാണിക്ക് മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോവളത്തേക്ക് എത്തി. അവിടെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് ടർട്ടിൽ ഓൺ ദ ബീച്ച്. അവിടെയായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമോ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെയൊക്കെ പരിപാടി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ലഞ്ച് മെനു ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ലഞ്ച് മെനു ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് മെനു എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ ലഞ്ച് മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ്, മത്തൻ പരിപ്പ്, ചെറുപരിപ്പ് ഇട്ട് വെക്കുന്ന മുളകുശ്യം, കയ്പ്പയ്ക്ക ഉപ്പേരി, അതായത് പാവയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന മെഴുക്ക് പുരട്ടി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പപ്പടവും കുറച്ച് അച്ചാറുമാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പൊന്നിയരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിയരിക്ക് പകരം മട്ടയരിയോ ജയ അരിയോ അല്ലെങ്കിൽ ചെമ്പ മട്ടയരിയോ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കറി എടുത്തിരിക്കുന്നത് മത്തൻ ചെറുപരിപ്പ് ഇട്ട് വയ്ക്കുന്ന മുളകുശ്ശിയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മേലെ ഐ ബട്ടണോ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഐ കാർഡോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് സൈഡ് ഡിഷ് കയ്പ്പയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കാന്താരി മുളക് മാങ്ങ അച്ചാറാണ്. കാന്താരി മുളക് ഇട്ടിട്ടുള്ള അച്ചാറാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഹസ്ബൻഡ് എടുത്തത്. അത് ഞാൻ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ മാങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യാം. ഞാൻ ഓൾറെഡി മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പപ്പടവും സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ലഞ്ച് മെനു ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് തീർച്ചയായും അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കയ്പ്പയ്ക്ക ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ സാധാരണ ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പാവയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ളത്. അപ്പം ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് എണ്ണ ചൂടായി കഴിഞ്ഞുടനെ കടുകിട്ടു. കടുക് പൊട്ടി കഴിഞ്ഞുടനെ 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. അതെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്ന ശേഷം ഞാൻ പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 1/4 വേവ് ആവട്ടെ. 1/4 വേവ് ആയി കഴിഞ്ഞുടനെ ഞാനൊരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ 1/4 വേവ് ആയപ്പോൾ ഞാൻ അതിലോട്ട് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി ഇത് ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് വെന്തോളം. ഇനി കുറച്ച് ക്രിസ്പായിട്ട് വരണം, എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 5-6 മിനിറ്റ് ഇരുന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ആ എണ്ണയിലിരുന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. കണ്ടോ, ഏകദേശം എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്പ്പയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ
ഇത് ഞാനിപ്പോൾ ഇൻഡക്ഷനിലായതുകൊണ്ട് തനിയാണ്, ഓരോന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 അടുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 സ്റ്റവ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റേ ഗ്യാസിൽ നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത ശേഷമാണ് ഇനിയാണ് ചോറ് വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അരി കഴുകി ഞാനിതാ കുക്കറിൽ വെള്ളം ഒഴിച്ച് അരിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൊന്നിയരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒരു 3-4 വിസിൽ വരുന്നവരെ വെക്കാൻ പോവുകയാണ്. അതിനുശേഷം വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് നോക്കിയിട്ട് വെള്ളം നോക്കൂ. മിക്കവാറും ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വാർത്ത് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഒരു 3-4 വിസിൽ വന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങണം. മത്തൻ മുളകൂഷ്യം, ചെറുപരിപ്പിട്ട് വെക്കുന്ന മുളകൂഷ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വിസിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ മുളകൂഷ്യം ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ. ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ലിങ്ക് ഇപ്പോൾ മേലെ തെളിഞ്ഞു വരുന്നുണ്ട്. മറ്റേ കൈപ്പയ്ക്ക് ഉപ്പേരി ഞാൻ ലിങ്ക് മേലെ കൊടുക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പറ്റുമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തത് വെച്ചാൽ കുറച്ച് ചെറുപരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അത് വെന്ത് വന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ അതിലോട്ട് കുറച്ച് മത്തൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മത്തൻ കൂടെ വെച്ചിട്ട് ചേർത്ത് വെള്ളം പോരെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മത്തനും ചെറുപരിപ്പും കൂടെ ചേർന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ. മത്തൻ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അത് അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു അരപ്പരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ചെറിയ ഉള്ളി, ഞാൻ മറ്റേതിൽ ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കറിയുടെ സെപ്പറേറ്റ് വീഡിയോയിൽ. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കറിയിലേക്ക് ഒരു ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ള ജീരകം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാൻ പോവാണ്. മൊത്തം വെന്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ മസാല തേങ്ങയും ജീരകവും ഒരു ചെറിയ ഉള്ളി ഇട്ടത് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തിട്ട് കൊട്ടണം. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയായി. ഇനി കുറച്ച് പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് മെനു കംപ്ലീറ്റ് ആയി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ കൈപ്പയ്ക്ക ഉപ്പേരിയും ഈ മത്തൻ മുളകൂഷിയൊക്കെ. കാരണം കൈപ്പയ്ക്ക ഉപ്പേരി നല്ല ചൊടിയാണ്. ഇത് കുറച്ച് പാവം കറിയാണ്. കണ്ടോ, എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായി കഴിഞ്ഞുടനെ ഞാൻ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി കഴിഞ്ഞുടനെ അതിൽ 1-2 വറ്റൽമുളക് പൊട്ടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി കുറച്ച് കറിവേപ്പിലയും എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മത്തൻ മുളകൂഷ്യം റെഡിയായി. ഇനി നമുക്ക് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെക്കാം. കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടുക് വറുത്തത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മത്തൻ മുളകൂഷ്യം റെഡിയായി. ഇപ്പം ചോറായി, ഉപ്പേരിയായി, കറിയായി. ആക്ച്വലി ഇത്ര മതിയെങ്കിൽ നിർത്താം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിലോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ അതിലോട്ട് പപ്പടം ആഡ് ചെയ്തിട്ടുണ്ട്. പപ്പടം പൊള്ളി വന്നുടനെ പപ്പടം കുത്തിയെടുക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാനൊരു 4-5 പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലഞ്ച് മെനു റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറാണ് ഇതിലേക്ക്, കാന്താരി മുളകും മാങ്ങയിട്ടിട്ടുള്ള ഒരു അച്ചാറാണ് ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരു അരിപ്പയിൽ കൂടെ വാർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ പൊന്നിയരിയാണ് വെച്ചിരിക്കുന്നത്. ഇത് പച്ചരി അല്ല കേട്ടോ, ഇത് പുഴുങ്ങലരിയാണ് അല്ലെങ്കിൽ പുഴുക്കലരിയാണ്. പൊന്നിയരി പച്ചരിയല്ല, ഉണ്ണാൻ ഉപയോഗിക്കുന്ന അരിയാണ്.
പലർക്കും അറിയില്ല, പലരും ഇത് പച്ചരിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പച്ചരിയല്ല. ഓക്കെ, ഇല്ല, നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മത്തൻ മുളകൂശ്യം, മത്തനും ചെറുപരിപ്പും ഇട്ട് ഉണ്ടാക്കിയ മുളകൂശ്യം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ കയ്പയ്ക്കുപ്പേരി, അതായത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇപ്പം ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ആ സവാള നമ്മൾ 3/4 വേവിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതാകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല ക്രിസ്പായിട്ട് നല്ല ടേസ്റ്റും സ്വീറ്റും ആയിട്ടുള്ളൊരു ഇതായിട്ട് വരും. ആ കയ്പയ്ക്കയുടെ കയ്പ് അറിയില്ല, എന്നാൽ ആ ഒരു കയ്പയ്ക്കയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ആ ടേസ്റ്റ് കറക്റ്റായിരിക്കും. ഉണ്ടാക്കി നോക്കണം. ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയ്പയ്ക്കുപ്പേരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച, അല്ല നേരത്തെ ഉണ്ടാക്കി വെച്ച പപ്പടവും കൂടെ അച്ചാറും സെർവ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു. ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. എന്നിട്ട് എനിക്ക് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഇടും. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലത്തെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ പേജിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് ഒന്നല്ലെങ്കിൽ മെയിൽ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ അയച്ചു തരും, എന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അയച്ചു തരൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് മെനു റെഡി ആയിട്ടുണ്ട്. ഞാൻ പപ്പടം വെച്ചു, അച്ചാർ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കുക, ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.